ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധ്യാനത്തിൻ്റെ സമാപന ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വളരെ പ്രത്യേകമായി ദിനങ്ങളിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ഈ സമയത്ത് നിങ്ങൾ മനസ്സിൽ എന്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ, ഏത് നിയോഗം മനസ്സിൽ ദൈവമേ തൃക്കൺ പാർക്കണമേ എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, ആ വിഷയങ്ങളിൽ കർത്താവിൻ്റെ കരുണ, പ്രത്യേകിച്ച് ഈ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ മനസ്സ് മരവിച്ചു പോകുന്ന, പ്രതീക്ഷ വറ്റിക്കൊണ്ടിരിക്കുന്ന, രോഗഭീതിയും മരണഭീതിയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കർത്താവ് പ്രത്യേകമായി നമ്മളോട് കാരുണ്യം കാണിക്കും, നമ്മുടെ നിയോഗങ്ങളിൽ ഇടപെടും. ദൈവം അതിജീവനത്തിൻ്റെ കരുത്തായി നമ്മുടെ കൂടെ നിൽക്കും. അതുകൊണ്ട് തന്നെ ഈ സമയത്തെ വചനചിന്തകൾക്ക് വേണ്ടി നമുക്കൊന്ന് ഒരുങ്ങാം. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഈ തിരുവചനത്തിൻ്റെ പൊരുളും ആഴവും അതിൻ്റെ വ്യാഖ്യാനവും കർത്താവെ ഞങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കണമേ എന്ന് ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, സന്ധ്യാനേരത്ത് ഞങ്ങൾക്ക് ശക്തിയും ജീവനുമായ അങ്ങയുടെ പരിശുദ്ധ വചനത്തിന് മുമ്പിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. സങ്കീർത്തനം 119:72 ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് വരുന്ന ഒരു വചനമാണ് എനിക്ക് അഭികാമ്യം. കർത്താവെ, ഞങ്ങളുടെ സർവ്വ പ്രശ്നങ്ങളെയും സകല പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്തും ഊർജവും ബലവും അങ്ങയുടെ പരിശുദ്ധ വചനത്തിലുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഞങ്ങളതിൽ ശരണപ്പെടുന്നു, ഞങ്ങളതിൽ ആഴമായി പ്രത്യാശിക്കുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് കേൾക്കുമാറാകണമേ. ഈ സമയത്ത് ഞങ്ങളുടെ മനസ്സിനെ അങ്ങ് ബലപ്പെടുത്തണമേ. ഞങ്ങളോടും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളോടും അങ്ങ് കരുണയായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, തിരുവചനത്തിൻ്റെ മണിക്കൂറിനെ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് സന്തോഷത്തോടെ മനസ്സിൽ കർത്താവിൻ്റെ വചനം തരുന്ന ആശ്വാസത്തെ സ്വീകരിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാന ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നതെല്ലാം മനസ്സിനെ ബലപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന, ജീവൻ പ്രദാനം ചെയ്യുന്ന, ആത്മാവും ജീവനുമായ കർത്താവിൻ്റെ തിരുവചനങ്ങളായിരുന്നു. ആദ്യ ചിന്തയിൽ നമ്മളിങ്ങനെ ഓർത്തു, കർത്താവ് ഇങ്ങനെ കൂടെ നടന്ന് നിർണായക സമയത്ത് ജീവിതങ്ങളിൽ ഇടപെടും. അത് ദൈവത്തിൻ്റെ മാത്രം സവിശേഷതയാണ്. കർത്താവ് ഇടപെടും, കർത്താവ് പ്രശ്നങ്ങളെ പരിഹരിക്കും, കർത്താവ് നമ്മളെ രക്ഷിക്കും. അടുത്ത ചിന്തയിൽ നമ്മളിങ്ങനെ ധ്യാനിച്ചു, ഇതുപോലെ ഇടപെടുവാനായി മനുഷ്യർ കാണിച്ച ഒരു മനോഭാവം ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു. മനസ്സ് മുഴുവൻ ദൈവത്തിൽ ശരണപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ജീവിതം മുഴുവൻ നല്ല ബലമുള്ള വിശ്വാസത്തിൽ അവർ ജീവിച്ചു. മാനുഷികമായ ബുദ്ധിയിൽ പരിഹാരമില്ലാത്ത വലിയ പ്രതിസന്ധികളെ അവർ തരണം ചെയ്തു. അങ്ങനെ കടന്നു വന്ന് ഇന്ന് നമ്മളൊരു കാതലായ വചനം ധ്യാനിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തെ ചില വചനങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബൈബിളിൽ ഒരു വചനം എടുത്താൽ ആ വചനത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ 1000 ദിവസം ധ്യാനിക്കാനുള്ള ഒരു ചരിത്രം ഉറങ്ങുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വചനങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ചില വചനങ്ങൾ അത്ര ചരിത്രം ഉൾക്കൊള്ളുന്നതാണ്, ദൈവിക പദ്ധതിയുടെ ചരിത്രം. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രഭാഷകന്റെ പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 1, അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അനന്തരം ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു, അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു.
വാസ്തവത്തിൽ ആ ഒരൊറ്റ വചനത്തിൽ ഏലിയ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ അവൻ്റെ ജീവിതത്തിൻ്റെ സർവ്വ വഴികളുടെയും ഒരു രത്ന ചുരുക്കം കിടപ്പുണ്ട്. എന്തായിരുന്നു അവൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷത? അവൻ എങ്ങനെയായിരുന്നു പോരാടിയിരുന്നത്? അവൻ എങ്ങനെയാണ് ദൈവത്തിൻ്റെ നീതി നടപ്പിലാക്കി കൊണ്ടുവന്നത്? ഇതെല്ലാം ഈ 48-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വളരെ പ്രകടമാണ്. ഇനി അതല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 35-ൽ ഈശോ പറയുന്നൊരു വാക്യമുണ്ട്, കത്തിജ്വലിച്ച ഒരു വിളക്കായിരുന്നു അവൻ. കത്തിജ്വലിച്ച ഒരു വിളക്കായിരുന്നു അവൻ. വാസ്തവത്തിൽ ആ തിരുവചനത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ സ്നാപകൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത അധ്യായങ്ങളും ഒളിഞ്ഞു കിടപ്പുണ്ട്. ആരായിരുന്നു സ്നാപകൻ? എന്തായിരുന്നു അവൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷത? അവൻ എങ്ങനെയാണ് കർത്താവിന് വഴിയൊരുക്കിയത്? എന്തായിരുന്നു അവൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശം? ഇതെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ ചില ദൈവിക വചനങ്ങളുടെ ചരിത്രം പഠിച്ചാൽ അനേക നാളുകൾ ധ്യാനിക്കാനുള്ള വലിയൊരു നിധി, വലിയൊരു ശേഖരം നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ കടന്നുപോയ 2 ദിവസങ്ങളുടെയും വെളിച്ചത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ ആയിട്ട് കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു വചനം അതെപ്രകാരമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചത്, അത് പറഞ്ഞ് അതിൻ്റെ സമാപന ചിന്തയിലേക്ക് നമുക്ക് വരാം. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. വചനത്തിൻ്റെ കാതിൽ മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ബുദ്ധിയും മനസ്സും പരിപൂർണമായിട്ട് സമർപ്പിക്കണം. നമ്മൾ ജോസിയെക്കുറിച്ചൊക്കെ പറഞ്ഞ പോലെ ഹൃദയം കർത്താവിങ്കൽ അർപ്പിച്ചു. ഹൃദയം പരിശുദ്ധ വചനത്തിൻ്റെ മുമ്പിൽ അങ്ങോട്ട് അർപ്പിക്കുക. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 21:1. ആ വാക്യം പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒന്നും തോന്നില്ല. കാരണം ആ വാക്യം പെട്ടെന്ന് വായിച്ചാൽ എന്താ അത് ഉദ്ദേശിച്ചത്, അതിൻ്റെ പൊരുൾ എന്താണ്, ഇതിൻ്റെ പിറകിൽ എന്ത് ചരിത്രമാണുള്ളത്, അങ്ങനെ പലതും നമുക്ക് തോന്നാം. വാക്യം ഇതാണ്: രാജാവിൻ്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ്, തനിക്കിഷ്ടമുള്ളിടത്തേക്ക് കർത്താവ് അതിനെ ഒഴുക്കിവിടും. നമുക്ക് ആ വചനം ഒന്ന് മനസ്സിലേക്ക് സ്വീകരിക്കാം. രാജാവിൻ്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ്, തനിക്കിഷ്ടമുള്ളിടത്തേക്ക് കർത്താവ് അതിനെ ഒഴുക്കിവിടും. പ്രത്യക്ഷത്തിൽ എന്താണ് ഈ വചനത്തിൻ്റെ പൊരുളെന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നുമില്ലെന്ന് പെട്ടെന്ന് അങ്ങ് തോന്നുകയും ചെയ്യാം. പക്ഷേ തീർന്നുപോയി എന്ന് ലോകം ധരിച്ച ചില ജീവിതങ്ങൾ, അസ്തമിച്ചു എന്ന് മനുഷ്യൻ വിധി കുറിച്ച ചില മനുഷ്യജന്മങ്ങൾ അത്ഭുതകരമായി തിരിച്ചു വന്നതിൻ്റെ പിന്നിൽ ഈ വചനത്തിൻ്റെ ശക്തിയുണ്ട്. എല്ലാവരാലും തമസ്കരിക്കപ്പെട്ടു, എല്ലാവരാലും അവസാനിച്ചു, ഇനി ഒന്നും ബാക്കിയില്ല എന്ന് കരുതിയ ചില മനുഷ്യജന്മങ്ങൾ പഴയതിനേക്കാൾ മികവുറ്റ പ്രതാപത്തോടെ അതിശയകരമായ ശക്തിയോടെ തിരിച്ചു വന്നതിൻ്റെ പിന്നിൽ ഈ വചനത്തിൻ്റെ ശക്തിയുണ്ട്. രാജാവിൻ്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ്. നമ്മളൊന്ന് കാണാൻ പഠിച്ചോ. രാജാവിൻ്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ്, തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അവിടുന്ന് അതിനെ ഒഴുക്കിവിടും. ചരിത്രം കിടക്കുന്നത് പരിശുദ്ധ ഗ്രന്ഥത്തിലെ വെളിപാടിൻ്റെ ചരിത്രമുറങ്ങുന്ന അനേക പുസ്തകങ്ങളിലെ ആദ്യ പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായമാണ് പശ്ചാത്തലം. അവിടെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ജോസഫ് എന്ന് പറയുന്ന ഒരു യുവാവായ മനുഷ്യൻ, അവൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു തെറ്റിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ട് ജയിലിൽ കിടക്കാണ്. അങ്ങനെ ജയിലിൽ കിടക്കാനുള്ള യാതൊരു തെറ്റും അവൻ ചെയ്തിട്ടില്ല. സമൂഹം അവന് ചാർത്തിക്കൊടുത്ത ആരോപണങ്ങളൊന്നും അതിൻ്റെ സത്യാവസ്ഥയിൽ നിലവിലുള്ളതല്ല. പക്ഷേ അവൻ ജയിലിലാണ്. ഈ ജോസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ പ്രതാപത്തിലേക്കുള്ള ഉയർച്ചയുടെ 2 പടികളാണ് നമ്മളിപ്പോൾ ഒന്ന് കാണുന്നത്. അത് ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ.
വാസ്തവത്തിൽ യാതൊരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ലോകം അവനെ കുറ്റവാളിയാക്കി. സർവ്വസുരക്ഷയിലും പാപം ചെയ്യാൻ അവസരം കിട്ടിയിട്ടും ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ പേരിൽ അവൻ അതിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിയിട്ടും, പാപം ചെയ്യാൻ കിട്ടിയ അവസരം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വേണ്ടെന്ന് വെച്ചിട്ടും സമൂഹം അവനെ തെറ്റുകാരനാക്കി. ജോസഫ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ വിമോചനത്തിൻ്റെ ആദ്യ പടിയിൽ നമ്മൾ കാണുന്നത് ആരും തിരിച്ചറിയാത്ത വിധം അത്രമേൽ ഒറ്റപ്പെട്ടു പോയ ഒരു സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ്. നിങ്ങൾ അടുത്ത അധ്യായം വായിച്ചാൽ അടുത്ത അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം എങ്ങനെയാണ്? 2 വർഷം കഴിഞ്ഞപ്പോൾ, അങ്ങനെയാണ് അടുത്ത അധ്യായം ആരംഭിക്കുന്നത്. 2 വർഷം കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ ജോസഫ് തടവറയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. അതിനിടയിൽ അവൻ്റെ കൂടെ തടവറയിൽ കിടന്ന പല മനുഷ്യരും തടവറയിൽ നിന്ന് മോചിക്കപ്പെട്ടു. ഫറവോയുടെ പാനപാത്രവാഹകൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ജോസഫ് പറഞ്ഞ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം വെച്ച് കൃത്യമായിട്ട് അവൻ രക്ഷപ്പെട്ടതാണ്. രക്ഷപ്പെടുന്ന സമയത്ത് ജോസഫ് പറഞ്ഞിരുന്നു, ഒരു നല്ല കാലം വരുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർക്കണേ. പക്ഷെ ആ മനുഷ്യൻ ഓർത്തില്ല. ഇതെല്ലാം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു. എന്ന് വെച്ചാൽ ജോസഫിൻ്റെ മോചനത്തിൻ്റെ ആദ്യപടിയിൽ ദൈവം ഇങ്ങനെ ഒരു നീണ്ട മൗനം അവശേഷിപ്പിച്ചിരിക്കുകയാണ്. ആരും അവനെക്കുറിച്ച് സംസാരിക്കണില്ല. അവൻ്റെ പ്രാർത്ഥനയെല്ലാം കേൾക്കപ്പെടാതെ പോവുകയാണ്. അവൻ്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നടിയുകയാണ്. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവം ഇങ്ങനെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം പോലെ, ഒരു കൃപ പോലെ ചില നീണ്ട മൗനങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും, കാലം ഇങ്ങനെ ദുഷിച്ചു തുടങ്ങിയിട്ട്, മര്യാദയ്ക്കൊന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാലം കുറേയായി. സ്വാതന്ത്ര്യത്തോടെ ഒരു കുർബാന കൂടിയിട്ട് കാലം എത്രയായി. എല്ലാം ഏറ്റു പറഞ്ഞൊന്ന് കുമ്പസാരിച്ചിട്ട് കാലം എത്രയായി. അത് ഇന്ന് പറ്റും, നാളെ പറ്റും, അതല്ല അടുത്ത മാസം പറ്റും എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒന്നും എത്തിയിട്ടില്ല. പല മനുഷ്യരും ഇങ്ങനെ ഫോൺ ചെയ്യുന്നുണ്ട്, അച്ഛാ ഒന്ന് കുമ്പസാരിക്കണമായിരുന്നു. കുമ്പസാരിപ്പിക്കാം, പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരാഴ്ചയോടെ കഴിഞ്ഞോട്ടെ. ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. ദൈവം എന്തേ മൗനം അവലംബിക്കുന്നു എന്ന് നമുക്ക് തോന്നാം. വാസ്തവത്തിൽ ജോസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇങ്ങനെ വർഷങ്ങളായി ദൈവം ഉരിയാടാതെ അവനെ ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞ് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. 2 വർഷം കഴിഞ്ഞ് ഫറവോ ഒരു സ്വപ്നം കണ്ടു. പ്രിയപ്പെട്ടവർ, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ സ്വപ്നമാണ് ജോസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മോചനത്തിൻ്റെ കാതല്. നമ്മൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വചനം കൂടി ഓർക്കണേ. രാജാവിൻ്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ്. തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അവിടുന്ന് അതിനെ ഒഴുക്കിവിടും. ഇവിടെ രാജാവിനൊരു സ്വപ്നം ഉണ്ടായി എന്ന് മാത്രമല്ല, ഇതുകൂടെ ശ്രദ്ധിക്കണം, ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഈജിപ്തിലെ സർവ്വ സ്വപ്ന വ്യാഖ്യാതാക്കളിൽ നിന്നും സകല മന്ത്രവാദികളിൽ നിന്നും കർത്താവ് മറച്ചു വെച്ചു. നിങ്ങൾ ആലോചിക്കണം, തന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി അത്രമേൽ നിഗൂഢമായൊരു പദ്ധതിയിൽ ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ്. രാജാവിനൊരു സ്വപ്നം അങ്ങോട്ട് കൊടുത്തു. സാധാരണ ഫറവോയുടെ കൊട്ടാരത്തിൽ സ്വപ്നം വ്യാഖ്യാനിക്കാനായി തന്നെ ഒരു ഗണം മനുഷ്യരുണ്ട്. അതിന് പല ഗ്രേഡുണ്ട്. ഇന്നിപ്പോൾ ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് ഒരു മനുഷ്യനൊന്നും പിടികിട്ടുന്നില്ല. പലരും പലതും പറയാൻ ശ്രമിക്കുന്നു, എല്ലാം പരാജയപ്പെടുന്നു. ദൈവം ഫറവോയ്ക്കൊരു സ്വപ്നം അയക്കുന്നു. ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അതിവിദഗ്ധമായി ഈജിപ്തിലെ സകല മനുഷ്യരിൽ നിന്നും ദൈവം മറച്ചു വെക്കുന്നു. ഒടുവിലിതാ രാജാവിൻ്റെ ഹൃദയം കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ കാതുകളിലെത്തുകയാണ്. പെട്ടെന്നാണ് ഫറവോയുടെ പാനപാത്രവാഹകൻ ഫറവോയെ കൊണ്ട് എന്നറിയിക്കണത്, മഹാരാജാവേ, ഒരു കാര്യം ബോധിപ്പിക്കാനുണ്ട്. തടവറയിൽ കിടക്കുന്ന ഒരു മനുഷ്യന് സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവുണ്ട്. ഒരടിമച്ചെറുക്കന് സ്വപ്നം വ്യാഖ്യാനിക്കാൻ അറിയാം. ഞാൻ അവൻ്റെ കൂടെ തടവറയിൽ കിടന്നപ്പോൾ
അവൻ എൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കുകയും അവൻ വ്യാഖ്യാനിച്ചത് അതിൻ്റെ കൃത്യമായ രീതിയിൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തുടർന്ന് വായിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്ന കാര്യം, രാജാവ് ഉടനെ കാരാഗൃഹത്തിലേക്ക് പോവുകയാണ്. എത്രയും പെട്ടെന്ന് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുകയാണ്. എന്നിട്ട് അവനെ ക്ഷൗരം ചെയ്യിച്ച് പുതിയ മേൽവസ്ത്രങ്ങൾ അണിയിച്ച് അവനെ രാജാവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ സകല തകർന്ന അധ്യായങ്ങളും തിരുത്തി കുറിക്കപ്പെടുകയാണ്. രാജാവിൻ്റെ ഹൃദയം കാരാഗൃഹത്തിൻ്റെ വാതിക്കൽ വന്ന് മുട്ടുന്നു. ജോസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കാരാഗൃഹത്തിൻ്റെ പുറത്തേക്ക് വരുന്നു. കർത്താവ് രാജാവിൻ്റെ ഹൃദയത്തെ ജോസഫിൻ്റെ മുമ്പിലേക്ക് താഴ്ത്തിക്കൊടുക്കുന്നു. ജോസഫ് പറയുന്നു, പ്രഭോ, സ്വപ്നം പറഞ്ഞാലും. ജോസഫ് സ്വപ്നം മുഴുവൻ കേൾക്കുന്നു, കൃത്യമായി വ്യാഖ്യാനം കൊടുക്കുന്നു. ഫറവോ ജോസഫിൽ സംപ്രീതനാകുന്നു. ഇതാ, ഈ മനുഷ്യൻ മോചിതനാകുന്നു. എന്തൊരു പ്രതീക്ഷയാണ്, എന്തൊരു ആനന്ദമാണ്, എന്തൊരു സൗന്ദര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, നമ്മളതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ, തീർത്തും അസ്തമിച്ചു എന്നു കരുതിയൊരു മനുഷ്യജന്മം പഴയതിനേക്കാൾ പ്രതാപത്തോടെ മടങ്ങി വരുന്നതിൻ്റെ പിന്നിൽ ഈ വചനത്തിൻ്റെ ശക്തമായൊരു സ്വാധീനം കിടപ്പുണ്ട്. ബാക്കി ഭാഗം നമുക്ക് വളരെ പരിചയമാണ്. ജോസഫിനെ സർവത്തിൻ്റെയും അധിപനായി നിയമിക്കുകയാണ്. തടവറയിൽ കിടന്നൊരു അടിമച്ചെറുക്കൻ ഒരു ദേശത്തിൻ്റെ രാജാവായി മാറുകയാണ്. അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടുകയാണ്. ദൈവം അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അത്രമേൽ നിഗൂഢമായ ഒരു പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതിക്ക് കാതലായൊരു വചനം കൊണ്ടുവച്ചു. ആ വചനത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ ധ്യാനിച്ചാൽ ദൈവത്തിൻ്റെ നിഗൂഢമായ പദ്ധതികളുടെ വൈശിഷ്ട്യം നമ്മൾ അനുഭവിക്കും. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മാത്രമായി ചില വാക്യങ്ങളുണ്ട്. നമ്മുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന അതിമനോഹരമായ ദൈവവചനത്തിൻ്റെ അത്ഭുതകരമായ നിധികളുണ്ട്. നമുക്ക് ആശ്വസിക്കാം. നമ്മളിങ്ങനെ ഓരോ ദിവസവും വായിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന തിരുവചന ഭാഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ്. കാരണം ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യൻ്റെ ചരിത്രങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥം. അപ്പം അത് നമ്മളും തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മുടെ ജീവിതവുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. അതുകൊണ്ട് ഈ കടന്നുപോയ ചിന്തകളുടെയൊക്കെ സമാപനമായിട്ട് അച്ഛൻ പറയുകയാണ്, തിരുവചനത്തെ ഈ നാളുകളിൽ ആത്മാർത്ഥമായ സ്നേഹത്തോടെ ധ്യാനിക്കണം. ദൈവവചനം വായിക്കാനുള്ള വലിയൊരു ദാഹം സൂക്ഷിക്കണം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, വഴിയിലൊക്കെ കിടക്കുന്ന പത്രം എടുത്ത് വായിക്കുന്ന നമ്മുടെ പിള്ളേരെ കണ്ടിട്ടുണ്ട്. വല്ല സ്പോർട്സിൻ്റെ പേജോ സിനിമയുടെ കഥയൊക്കെ ഉണ്ടെങ്കിൽ ചാടിയെടുത്ത് വായിച്ചോളൂ. അതല്ലെങ്കിൽ വീട്ടിലിങ്ങനെ ഉണക്കമത്തിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നതിൻ്റെ പത്രം, ഇങ്ങനെ ഈ ഉപ്പ് പിടിച്ച് അലുത്തുപോയ പത്രം, അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമയുടെ താരങ്ങളോ അതല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ താരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാടിയെടുത്ത് വായിച്ച് അതിനകത്തിരിക്കുന്ന പിള്ളേർ. എന്നാൽ പിന്നെ ബൈബിള് വീട്ടിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരുവചനം എടുത്ത് വായിച്ചാൽ, തിരുവചനത്തെ സ്നേഹിച്ചാൽ, സങ്കീർത്തനം 119:72 ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് വരുന്ന, അങ്ങയുടെ വചനത്തിൽ നിന്ന് വരുന്ന ഒരു വചനമാണ് എനിക്ക് അഭികാമ്യം. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് വരുന്ന വചനമാണ് എനിക്ക് അഭികാമ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജോസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മോചനത്തിന് മുന്നിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ ചരിത്രം കിടപ്പുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരൊറ്റ നിലപാട്, ജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഒരൊറ്റ കാര്യം, കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തിൻ്റെ ഉപാസകനായി മാറാം. എല്ലാ ദിവസവും ദൈവവചനമെടുത്ത് അല്പസമയം ആഴമായി ധ്യാനിക്കാം. നമ്മൾ കടന്നു പോകുന്ന സകല പ്രതിസന്ധികൾക്കുമുള്ള കൃത്യമായ ഉത്തരം അവൻ്റെ അനന്ത പദ്ധതിയിൽ രചിക്കപ്പെട്ട തിരുവചനങ്ങളിൽ മറഞ്ഞു കിടപ്പുണ്ട്.
അത് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ, അത് നമ്മളെ ബലപ്പെടുത്തട്ടെ. എല്ലാം തീർന്നു എന്ന് കരുതപ്പെട്ടൊരു ജീവിതം ഇതാ പഴയതിനേക്കാൾ കൃപയിൽ ഉയർത്തപ്പെട്ടു. കർത്താവ് കൂടെ നടക്കുകയാണ്. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കേട്ട വചനങ്ങളുടെയും വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ആത്മാർത്ഥമായി വിശുദ്ധ ബൈബിൾ കൈകളിലെടുക്കാം. ഈ കാലഘട്ടത്തെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ സ്വീകരിക്കാം. കൃപ നിറഞ്ഞ വചനം നമ്മളിലൂടെ പൂർത്തിയാകും, നമ്മളെ ബലപ്പെടുത്തും, നമുക്ക് വലിയ ശക്തിയായി മാറും. വലിയ കൊള്ള മുതൽ കിട്ടിയവനെ പോലെ അങ്ങയുടെ വചനത്തെ കണ്ടെത്തിയതിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു, അഭിമാനിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തിരുവോസ്തിയിൽ നിന്നെ കാണുന്നു, നിനക്കാരാധന. എന്റെ സ്നേഹം നൽകിടും നാഥാ, ഞാൻ നിനക്കാരാധന. തിരുവോസ്തിയിൽ നിന്നെ കാണുന്നു, നിനക്കാരാധന. എന്റെ സ്നേഹം നൽകിടും നാഥാ, ഞാൻ നിനക്കാരാധന. ആരാധന, ആരാധന, ആരാധന യേശുനാഥാ. ആരാധന, ആരാധന, ആരാധന യേശുനാഥാ. ദൈവപിതാവിനെയും ദൈവകുമാരനെയും, ദൈവപിതാവിനെയും ദൈവകുമാരനെയും ദൈവാത്മാവിനെയും നിത്യം ആരാധിച്ചിടാം. ദൈവാത്മാവിനെയും നിത്യം ആരാധിച്ചിടാം. ആരാധന, ആരാധന, ആരാധന യേശുനാഥാ. ആരാധന, ആരാധന, ആരാധന യേശുനാഥാ. ആരാധന, ആരാധന, ആരാധന യേശുനാഥാ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ, ആരാധന, ആരാധന, ആരാധന. മനസ്സ് മുഴുവൻ കർത്താവിൽ അർപ്പിച്ച്, മനസ്സ് ഹൃദയം പരിപൂർണമായി സമർപ്പിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. കർത്താവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. തിരുവചനമോർത്ത് മഹത്വം, തിരുസ്നേഹമോർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. വിശ്വസിച്ച് ഞങ്ങൾ അങ്ങ് ഏറ്റുപറയുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആരാധിക്കുന്നു കർത്താവെ, മഹത്വപ്പെടുത്തുന്നു, വാഴ്ത്തുന്നു. ഈശോയെ മഹത്വം, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് പരിപൂർണമായി അവനോട് ചേർന്നിരിക്കാം. കേട്ട വചനങ്ങൾ ജീവൻ പ്രാപിച്ച് മനസ്സിലും ഹൃദയത്തിലും ആഴപ്പെടുന്ന സമയമാണ്. മറ്റെല്ലാ വ്യാപാരങ്ങളും മാറ്റിവെക്കാം, മറ്റെല്ലാ ചിന്തകളും ഉപേക്ഷിക്കാം. ഇതാ ദൈവം എഴുന്നള്ളിയിരിക്കുന്നു. ഇതാ അവൻ്റെ സ്വർഗീയ സാന്നിധ്യം വെളിപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണമായിരിക്കുന്നവനെ, മാതാവിൻ്റെ ഉദരത്തിൽ ഞങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞങ്ങളെ വിളിച്ച് വിശുദ്ധീകരിച്ചവനെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ആരാധനയുടെ ഇരടികൾ പാടി അത്രമേൽ വിശുദ്ധമായ മണിക്കൂറിനെ ഹൃദയം കൊണ്ട് നമുക്ക് അനുഭവിച്ച് സ്വന്തമാക്കാം. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. ഈശോയെ അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ ജീവനേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. വിശ്വാസത്തോടെ സ്നേഹമേ ജീവനേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ചേർന്ന് പാടാം. ആരാധന, ആരാധന ഈശോയെ. ആരാധന ആമേൻ. ആരാധന ആരാധന വലിയ വിശ്വാസത്തോടെ ആരാധന നിറകണ്ണുകളോടെ അവനെ നോക്കാം. ആരാധന വലിയ സ്നേഹത്തോടെ ആരാധിക്കാം. ആരാധന സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ദൈവമേ കൃപയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ദൈവമേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ വാഴുന്നവന് മഹത്വം. ഈശോ ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അധികമായി ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവചനങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ഈശോയെ, ഞങ്ങളുടെ ഈ ധ്യാനത്തിൻ്റെ സമാപന ആരാധനയിൽ കടന്നുപോയ ദിനങ്ങളിൽ അങ്ങ് ചൊരിഞ്ഞ വചനങ്ങളോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തി, ഞങ്ങളുടെ ചിന്തകളെ ശക്തിപ്പെടുത്തി, അതിജീവനത്തിൻ്റെ കരുത്തും കാമ്പും കാതലും തന്ന് ഞങ്ങൾ അഭിഷേകം ചെയ്യുന്ന അങ്ങയുടെ കാരുണ്യത്തിന് മഹത്വം. കൊടുങ്കാറ്റിലും കോളിലും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അങ്ങയിൽ ഹൃദയമുയർപ്പിച്ചവരെ ശക്തമായി അങ്ങ് സംരക്ഷിച്ചു. വചനത്തിൽ ഞങ്ങൾ കേട്ടു, രാജാവിൻ്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന
അരുവിയാണ്. തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അവിടുന്ന് അതിനെ ഒഴുക്കി വിടുന്നു. എല്ലാവരാലും പരിത്യക്തനായൊരു മനുഷ്യൻ പഴയതിനേക്കാൾ വലിയ പ്രതാപത്തോടെ തിരിച്ചു വന്നതിൻ്റെ പിന്നിൽ രാജാവിൻ്റെ ഹൃദയം അങ്ങു നിയന്ത്രിച്ചതിൻ്റെ ചരിത്രമുണ്ടല്ലോ. ജോസഫ് എന്നൊരു ചെറുപ്പക്കാരൻ കാരാഗൃഹത്തിൽ നിന്നും മോചനം പ്രാപിച്ചതും ഒരു ദേശത്തിൻ്റെ അധിപനായതും രാജാവിൻ്റെ ഹൃദയത്തെ അങ്ങ് ചലിപ്പിച്ചതുകൊണ്ടാണല്ലോ. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് കരുതി വച്ചിരിക്കുന്ന വചനങ്ങളോർത്ത് നന്ദി പറയും. തിരുവചനത്തിന്റെ അത്ഭുത ശക്തിയോർത്ത് ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് വഴികളിൽ പ്രകാശവും പാദങ്ങൾക്ക് വിളക്കുമാണല്ലോ. ഈ പരിശുദ്ധ മണിക്കൂറിൽ തിരുവചനത്തോട്, ആത്മീയ കാര്യങ്ങളോട് ഞങ്ങൾക്കുള്ള താല്പര്യം വർദ്ധിപ്പിക്കണമേ. തിരുവചനത്തെ അധികമായി സ്നേഹിക്കാനുള്ള ശക്തി, ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് വരുന്ന തിരുവചനങ്ങളെ സ്വന്തമാക്കാനുള്ള ദാഹം പാപികളായ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ വചനം ഒന്നും വായിക്കാൻ പഠിക്കാൻ കർത്താവെ, വചനത്തിന്റെ ആഴങ്ങളിലൂടെ സഞ്ചരിച്ച് കൃപ സ്വന്തമാക്കാൻ ഈ പരിശുദ്ധ മണിക്കൂറിൽ ആഗ്രഹിച്ചു പാടി, ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിന്റെ വചനത്തിലണഞ്ഞിടുവാൻ, നിന്റെ വചനത്തിൽ നിന്നും നുകരാൻ, നിന്റെ വചനത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥാ. ഒരിക്കൽ കൂടെ ചേർന്ന് ഈശോ, ആമേൻ. എന്നെ അനുവദിക്കുക നാഥാ. നിന്റെ വചനത്തിൽ അണഞ്ഞിടുവാൻ, നിന്റെ വചനത്തിൽ നിന്നും നുകരാൻ, നിന്റെ വചനത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥാ. അങ്ങയുടെ പരിശുദ്ധ വചനത്തിന്റെ ഉപാസകരാക്കി ഞങ്ങളെ മാറ്റണമേ. അങ്ങയുടെ പരിശുദ്ധ വചനം എന്നും പഠിക്കാൻ ഞങ്ങൾക്ക് വരം തരണമേ. അങ്ങയുടെ വചനമാണല്ലോ സൗഖ്യം, അങ്ങയുടെ വചനമാണല്ലോ അഭിഷേകം. ഒരിക്കൽ കൂടെ ആ വചനത്തെ ദാഹിച്ചു പാടി പ്രാർത്ഥിക്കാം. നിന്റെ വചനത്തിൽ അണഞ്ഞിടുവാൻ, നിന്റെ വചനത്തിൽ നിന്നും നുകരാൻ, നിന്റെ വചനത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥാ. നിന്റെ വചനത്തിലണഞ്ഞിടുവാൻ, നിന്റെ വചനത്തിൽ നിന്നു നുകരാൻ, നിന്റെ വചനത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാലാഖമാർക്കെന്നും ആനന്ദമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗവാസികളുടെ ആനന്ദമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോമാലേഖനം 9-ാം അധ്യായം
മനുഷ്യന്റെ അധ്വാനമോ പ്രയത്നമോ അല്ല, കർത്താവിൻ്റെ കാരുണ്യമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. കർത്താവെ, ഞങ്ങളുടെ അധ്വാനമല്ല, പ്രയത്നമല്ല, അങ്ങയുടെ കാരുണ്യം ഒന്ന് മാത്രമാണ് ഞങ്ങളുടെ ബലം. പ്രിയപ്പെട്ടവർ, ഈ സമയത്ത് ദൈവ കരുണയ്ക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അതിനുശേഷം കരുണയ്ക്ക് വേണ്ടി ഒരു ഇരടി പാടി ഈ നാളുകളിൽ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന്, ഭയപ്പാടുകളിൽ നിന്ന്, സാംക്രമിക രോഗങ്ങളിൽ നിന്ന്, കഠിനമായ ഞെരുക്കങ്ങളിൽ നിന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ പ്രാർത്ഥന തിരുസന്നിധിയിൽ ഒന്ന് ഏറ്റുചൊല്ലാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ രാജാവും രക്ഷകനുമായി ഞങ്ങൾ അങ്ങ് ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ പരിശുദ്ധ മണിക്കൂറിൽ ഞങ്ങളോടും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടും അങ്ങ് കരുണയായിരിക്കണമേ. എല്ലാവിധത്തിലുമുള്ള രോഗപീഠകളിൽ നിന്നും, സാംക്രമിക ബാധകളിൽ നിന്നും, പരാജയഭീതിയിൽ നിന്നും, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളോടും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടും ഞങ്ങളുടെ സ്വപ്നങ്ങളോടും കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ട അങ്ങയുടെ പരിശുദ്ധ രക്തം ഈ മണിക്കൂറുകളിൽ ഞങ്ങളെ വിശുദ്ധീകരിക്കട്ടെ, ഞങ്ങളെ സൗഖ്യപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധിക്കുന്നു. കരുണ തോന്നണമേ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ കനിയേണമേ. ഈശോ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ദാസരിൽ കരുണയായിരിക്കണമേ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ദാസരിൽ കരുണയായിരിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അല്പസമയം ഈ നാളുകളിൽ നമുക്ക് ആവശ്യമായ ആത്മീയ കൃപകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മരവിച്ചുപോയ നമ്മുടെ പ്രാർത്ഥനാ ചൈതന്യത്തെ തിരികെ പിടിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധ ബലിയർപ്പണങ്ങൾ, പരിശുദ്ധ ജപമാല അർപ്പണങ്ങൾ, പരിശുദ്ധ ഗ്രന്ഥ വായനകൾ, വ്യക്തിപരമായ പരിത്യാഗങ്ങൾ, ഉപവാസങ്ങൾ. കർത്താവെ, കാലഘട്ടം പ്രതികൂലമായപ്പോൾ പ്രാർത്ഥനയിൽ ഞങ്ങൾ പിറകോട്ടുപോയി. ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കണമെന്ന് പലപ്പോഴായി അങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ടും ഞങ്ങൾ പിറകോട്ടുപോയി. ഞങ്ങളുടെ ബലിയർപ്പണങ്ങളിൽ ഞങ്ങളുടെ തീഷ്ണതകൾ കുറഞ്ഞുപോയി. ജപമാല അർപ്പണത്തിലുണ്ടായിരുന്ന സ്ഥിരതയും താല്പര്യവും ഞങ്ങൾക്ക് കുറഞ്ഞുപോയി. ഉപവാസവും പ്രാർത്ഥനയും ഞങ്ങൾക്ക് കൈമോശം വന്നുപോയി. ഒരു നിമിഷം ഞങ്ങൾ അനുതപിക്കുന്നു. ഈ കടന്നുപോയ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ തിരുവചനം, ആത്മീയോർജം
ഒരു പുതിയ മനുഷ്യനായി ഞങ്ങളുടെ പ്രാർത്ഥനയിലും ആത്മീയ സാധനകളിലും ഒരു ഉന്മേഷം പ്രാപിക്കാനുള്ള കരുത്തായി മാറട്ടെ. ഒരു നിമിഷം നമുക്ക് ആത്മീയ കൃപകളിൽ ഞങ്ങളെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഈശോ, ഈ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തോട് ആഭിമുഖ്യം കാണിക്കാൻ, എല്ലാ ദിവസവും തിരുവചനം വായിക്കാൻ, തിരുവചനം ചുംബിക്കാൻ, തിരുവചനം പഠിക്കാൻ, മനനം ചെയ്യാൻ കർത്താവേ, ഒരാത്മീയ കൃപ ഈ മണിക്കൂറിൽ വർഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. ചേർന്ന് പാടാം. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. കർത്താവേ, നാളുകളിൽ ദൈവഭക്തിയിൽ ഞങ്ങളെ വളർത്തണം. ദൈവഭക്തിയിൽ തീക്ഷ്ണതയും ദൃഢതയും ഇല്ലാത്തവന്റെ ഭവനം നശിച്ചു പോകുമെന്ന തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ സന്ധ്യപ്രാർത്ഥനകളിൽ, ഞങ്ങളുടെ പരിശുദ്ധ ബലിയർപ്പണങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ഭക്തിയും തീക്ഷ്ണതയും താല്പര്യവും ഞങ്ങൾക്ക് തിരികെ തരണമേ. ഞങ്ങൾക്ക് പ്രാർത്ഥനാ വരം നൽകണമേ. ഓ പ്രിയപ്പെട്ട ഈശോ, ഈ നാളുകളിൽ പരിശുദ്ധിയോടെ ബലിയർപ്പിക്കാനുള്ള വരം, സ്ഥിരതയോടെ പ്രാർത്ഥിക്കാനൊരു വരം, ജപമാല മുറുകെ പിടിക്കാനൊരു അഭിഷേകം, വന്നുകൂടുന്ന പ്രതിസന്ധികളെ പ്രാർത്ഥന കൊണ്ട് നേരിടാനൊരു അഭിഷേകം ഈ രാത്രി ഞങ്ങൾക്ക് കൽപ്പിച്ചു നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ രക്തം ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കട്ടെ. ഞങ്ങളുടെ വ്യക്തിപരമായ ചില പുണ്യങ്ങൾ ഞങ്ങളിൽ ആഴപ്പെടട്ടെ. പ്രിയപ്പെട്ട ഈശോയെ, വിശുദ്ധിയോടെ ജീവിക്കാനൊരു വരം തരണമേ. ഞങ്ങളുടെ കാഴ്ചയിൽ, കേൾവിയിൽ, ഭാവനകളിൽ കർത്താവെ, ഞങ്ങൾക്ക് സംഭവിച്ച എല്ലാ കുറവുകളും ഓർത്ത് ഞങ്ങൾ മനസ്തപിക്കുന്നു. വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകുമെന്ന് തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല എന്ന തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ്, ഈ നാളുകളിൽ, പാപം തഴക്കം വെക്കുന്ന നാളുകളിൽ, കാഴ്ചയിലും കേൾവിയിലും ചിന്തയിലും മനോവ്യാപാരങ്ങളിലും ഞങ്ങളുടെ ബോധമണ്ഡലങ്ങളിലും പരിശുദ്ധിയുടെ ഒരു വരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തിക്കാൻ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തിക്കാൻ. അശുദ്ധിയല്ല
ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഒരു നിമിഷം ഈ നാളുകളിൽ തീക്ഷ്ണതയോടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ കൃപകളും കർത്താവിനോട് ചോദിക്കാം. എളിമയോടെ ജീവിക്കാൻ ഒരു വരം, വിവേകത്തോടെ സംസാരിക്കാൻ ഒരു വരം, ആദരിക്കേണ്ടവരെ ആദരിക്കാൻ ഒരു അഭിഷേകം, ഞങ്ങളുടെ സ്വകാര്യതകളിൽ വിശുദ്ധി പാലിക്കാൻ ഒരു അഭിഷേകം, വെടിപ്പും വിവേകവും നിറഞ്ഞൊരു ജീവിതം, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ആഴപ്പെട്ടൊരു ജീവിതം. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കടന്നുപോയ 3 സന്ധ്യകളിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയ വചന വിരുന്നിനോർത്ത് മഹത്വം, ഞങ്ങൾക്ക് നൽകിയ ആത്മീയ ഊർജത്തെ ഓർത്ത് നന്ദി പറയും. ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും നിന്റെ കരുണയ്ക്ക് സമർപ്പിച്ച്, ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നിനക്കർപ്പിച്ച് ഈ പരിശുദ്ധ മണിക്കൂറിൻ്റെ ആശീർവാദത്തിനായി ഞങ്ങൾ ഒരുങ്ങുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ ആരാധന. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ